ഗംഭീരമായി ഉഷാറായി. പൂരത്തിന്റെ ഞങ്ങളിങ്ങനെ പറയായിരുന്നേ, ഇപ്പം പൂരത്തിന്റെ ഈ നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം ഞങ്ങളെല്ലാവരും ചാനലിൽ നിന്നാണ് വന്നെങ്കിലും ഞങ്ങൾ ഈ ലൈവിൻ്റെയൊക്കെ അങ്ങ് മറന്നു, ക്യാമറയൊക്കെ അങ്ങ് മറന്നു. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് വന്ന് പൂരപ്പറമ്പിൽ വന്ന് വർത്തമാനം റിലാക്സ് ആയത് ഏതെങ്കിലും മൂലയിൽ വന്നിരുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ച് ആൾക്കാരെ കണ്ട് തോളത്ത് സംസാരിച്ച് ആ വെയിലും ആകെ കൊണ്ട് വേർത്തൊട്ടി വേർപ്പൊക്കെ തുടച്ച് ഇടയ്ക്ക് പൂരത്തിന്റെ മേളം കണ്ടില്ലേ, അവ കൊട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ പാണ്ടിവേളം, ആ പാണ്ടിവേളം കൊട്ടുമ്പോ താളം പിടിക്കുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊന്നിക്കടി കിട്ടും. അവിടെയാണ് ആ ചേട്ടന്റെ താളം പിടിക്കുന്നത്. എനിക്കൊന്നും ആ ക്യാമറ ആ ചേട്ടനെ കാണിച്ചു കൊടുക്കാം. നോക്കൂ വീസ്, ആസ്വദിച്ച്. അതായത് ഇവിടെ ഏറ്റവും നല്ല മേളാസ്വാദകരെ കാണുന്ന സ്ഥലം ഈ തൃശ്ശൂർ എലിച്ചിത്തറ മേളത്തിലാണ്. പിന്നെ ഏറ്റവും നല്ല മേളാസ്വാദകരെ കാണുന്ന സ്ഥലം നമ്മുടെ പിന്നെ പെരുവനം ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള മേളത്തിലാണ് ഏറ്റവും ആസ്വാദകരുണ്ടാവുക. ഈ വനിതകള് പണ്ടത്തെ പോലെയല്ല, അവര് കൃത്യമായി അവര് താളത്തിന് എണ്ണം പിടിച്ച് താളം പിടിക്കും. ആ എണ്ണം ഉണ്ടല്ലോ, ആ നമ്മുടെ ഈ വീക്കഞ്ഞന്റെ കൂട്ടുന്ന എണ്ണം ഉണ്ടല്ലോ, ആ എണ്ണം നമ്മൾ ശ്രദ്ധിച്ച് അതിനടിച്ച് താളം പിടിക്കുമ്പോഴാണ് നമുക്ക് ആ മേളത്തിന്റെ ഈ അവരുടെ മനോധർമ്മം അനുസരിച്ചുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ വൈബ് പിടികിട്ടണം, പിടികിട്ടി അല്ലാണ്ട് ഇതൊന്നും അറിയാണ്ട് മേള ആസ്വദിക്കാം. അങ്ങോട്ട് കയറുകയാണ്. ഇത് കയറുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ഫീലിംഗ് ഉണ്ട് അല്ലേ, ഈ ഒരു താളത്തിനൊരു ഫീല്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ പൂരപ്പറമ്പിലേക്കൊന്ന് വരണം. അവിടെ സങ്കടമുള്ള മുഖങ്ങളെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്, എന്തോരം പ്രശ്നങ്ങളാണ് മനുഷ്യർക്ക്. പക്ഷെ പൂരത്തിന് വരുന്ന മനുഷ്യന് ഈ നിൽക്കുന്ന മുഖത്ത് നോക്കൂ, അവരുടെ മുഖത്ത് ആ ഒരു വൈബും ചിരിയും സന്തോഷവും ആ താളവും വിഷമങ്ങള് ഈ എന്താ പറയാ സേഫ്റ്റി വാൽവി കൂടെ പുറത്തേക്ക് പോകും. അതുപോലത്തെ ഒരു സംഗതിയാണ്. നമ്മളിങ്ങനെ പ്രഷറായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ് റിലാക്സ് ചെയ്തിട്ട് പോവാം. എനിക്ക് തോന്നുന്നു വിശ്വാസികളില്ലാത്തവരാരും ആവട്ടെ, നിങ്ങൾ പൂരത്തേക്ക് വന്നോളൂ. അത് നമ്മൾ കേൾപ്പിക്കാം, പൂർണ്ണമായി നിങ്ങൾ കേട്ടോളൂ. പാണ്ടിമേളം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാറായി അല്ലേ. ഈ പാണ്ടിമേളം അമ്പലത്തിനകത്ത് കൂട്ടുന്ന ഒരേ ഒരു സ്ഥലം തൃശ്ശൂരാണ്. അത് ശക്തൻ തമ്പുരാന്റെ കുസൃതിയാണ്. അന്നത്തെ കാലത്ത് ഈ പാണ്ടിമേളം എന്ന് പറഞ്ഞാൽ അസുരവാദിയാണ്. അപ്പൊ പാണ്ടി പാഞ്ചാരി കൊട്ടിക്കഴിഞ്ഞാൽ ചെമ്പട കൊട്ടി ശുദ്ധീകരിക്കണം എന്നാണ് പണ്ട് പറയാ. പാണ്ടി കൊട്ടി കഴിഞ്ഞാൽ അവിടെ ചെമ്പട കൊട്ടി ശുദ്ധീകരിക്കണം എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന കാലത്ത് ഇപ്പോഴും ഉണ്ടത്. ഈ ശക്തൻ തമ്പുരാന്റെ കാലത്ത് എത്ര 278 കൊല്ലം മുമ്പ് ഈ വൈദികന്മാരും ഈ പറയുന്ന അല്ല, അപ്പൊ ആ കാലത്ത് പാണ്ടിമേളം അകത്ത് കൊട്ടിച്ച ആളാണ്. ഇപ്പോഴും പാണ്ടിമേളം ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കൊട്ടുന്ന ലോകപ്രസിദ്ധമായിട്ടൊരു പൂരാണ്. ഈ നമ്മളീ പറയുന്ന ഈ പലതരത്തിലുള്ള കൺവെൻഷണൽ ആചാരങ്ങളെ പോലും മാറ്റി നിർത്തി ക്ലാസിക്കൽ കലകളെ അതിൻ്റെതായ രീതിയിൽ പ്രദർശിച്ചിട്ടുള്ള ആളാണ് ശക്തൻ തമ്പുരാൻ. ആറാട്ടുപുഴ പൂരത്തിന് എന്തുകൊണ്ട് തൃശ്ശൂർക്കാർക്ക് അവസരം നിഷേധിച്ചു എന്നതിലുമുണ്ടല്ലോ ഒരു വലിയ ഒരു വിപ്ലവത്തിന്റെ തുടക്കം, ഒരു മാറ്റത്തിന്റെ തുടക്കം. പഞ്ചവാദ്യം തുടങ്ങിയിട്ടുള്ള തൃശ്ശൂരിലാണ്. നോക്കൂ, താളത്തിലും മേളത്തിലും ഒക്കെ മാറ്റങ്ങളുടെ ഒരു സ്വഭാവം. ഈ പഞ്ചവാദ്യം ആദ്യമായി തിരുവമ്പാടിയിൽ കൊട്ടുന്നത് 1930കളിലാണ്. അന്ന് അന്നമനയുടെ പരമേശ്വരൻ നായരും മാരാരും അന്നമനയുടെ പിന്നെ സഹോദരന്മാരും വെങ്കിട്ട സ്വാമി എന്ന് പറയുന്ന 3 പേരും കൂടിയിട്ടാണ് ഇതിൻ്റെ കോറിയോഗ്രാഫർമാരായത്. അപ്പം അന്നുണ്ടായിരുന്ന ആ പിന്നെ മേളക്രമത്തിൽ മാറി ഈ പഞ്ചവാദ്യം എന്ന് പറയുന്ന ഒരു പുതിയ മേളക്രമം ഉണ്ടാക്കിയത് ഇവിടെ വെച്ചാണ്. ഇന്നോവേഷൻ നടന്നൊരു സ്ഥലം കൂടിയാണ് മേളങ്ങളുടെ കാര്യത്തിൽ. താങ്ക് യു VS. അപ്പം പാടിക്കാൻ പറ്റില്ല, ഈ ആര് വെച്ചിട്ട് ഞാൻ പാടില്ല. ഒന്നാമത്തെ ശബ്ദം ശരിയാണെങ്കിൽ ഞാൻ ഗംഭീരം പാടിയത്. പക്ഷെ എന്താണ്, ശബ്ദം ശരിയാവില്ല. അപ്പൊ നോക്കൂ, മേളം നമ്മൾ കേൾക്കുന്നു, മേളം കേട്ടു വരാം. താങ്ക് യു VS.